പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം എന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം ദാനിയേൽ പ്രവാചക പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനഭാഗത്ത്, എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിക്കാൻ ഇടവരുത്തരുത് എന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. 2 കാര്യങ്ങളാണ് ദാനിയേൽ പറയാൻ ഇടവന്നത്. ദാനിയേൽ ശുഭമായി ഇരിക്കുവാനുള്ള ഏറ്റവും വലിയ കാരണം തൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത വണ്ണം ദൈവവചനപ്രകാരം ജീവിക്കുവാനുള്ള വലിയൊരു ആഗ്രഹം, തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം വിലക്കിയിട്ടുള്ള ഒരു ഭോജനം എനിക്ക് വേണ്ട എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറയുവാൻ കഴിയുന്ന വിധത്തിലേക്ക് നമ്മൾ മാറുവാൻ ദൈവം ഇടയാക്കും. ഇങ്ങനെ മാറ്റപ്പെട്ടവരുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുടെ ഒരു കൂട്ടം, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നവരുടെ ഒരു കൂട്ടം നമുക്ക് കാണാൻ കഴിയും. അവിടെ വലിയൊരു പ്രത്യേകതയുണ്ട്. ദൈവം അവരുടെ മധ്യേ കടന്നു വരുന്നു. അവർക്ക് യാതൊരു കുറവും വരുത്തുകയില്ല. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം നിറയുന്നതും ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും കാണാൻ കഴിയും. കാരണം ദാനിയേലിന്റെ സുഹൃത്തുക്കൾ ദാനിയേലിനോട് കൂടെ ഉണ്ടായിരുന്നു. അവര് ഈ ഭോജനം ഭക്ഷിക്കില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറയരുതെന്ന് നമ്മൾ തീരുമാനിക്കാമോ? ഈ 2026 ജനുവരി മാസത്തിൽ അവസാനം ആകുമ്പോൾ നമ്മൾ 1-ാം തീയതി എടുത്ത തീരുമാനത്തെക്കാൾ അധികമായി ഒന്ന് മാറാൻ നമുക്ക് കഴിയുമോ? ഇവിടെ ദാനിയേൽ പുസ്തകത്തിന്റെ 1:17 പറയുകയാണ്, ഈ 4 ബാലന്മാർക്ക് ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അവർക്കൊന്നിനും ഒരു കുറവ് വരുത്താത്ത കർത്താവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിശ്വസ്തനായി ദൈവത്തിന്റെ കൂടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്കൊന്നിനും കുറവ് വരികയില്ല. പ്രിയമുള്ളവരെ, ചില പ്രതിസന്ധികളും ചില തടസ്സങ്ങളും ചില കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളൊക്കെ ഉണ്ടായെന്ന് വന്നേക്കാം. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ നമ്മെ പരിപാലിക്കുന്ന ഒരു കർത്താവിൻ്റെ സ്നേഹം നമുക്ക് ഏറ്റവും അധികം അനുഭവിക്കാൻ കഴിയും. യേശു ഈ കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ അവൻ നമുക്ക് നൽകിയ ഒരു മാതൃകയായിരുന്നത്. അവനെ അടിച്ചപ്പോൾ, അവനെ നിന്ദിച്ചപ്പോൾ, അവനെ പരിഹസിച്ചപ്പോൾ ക്രൂശിൽ കിടന്ന് വിളിച്ചു പറഞ്ഞൊരു ശബ്ദം, പിതാവേ, ഇവർ ചെയ്തത് ഇന്നതെന്ന് അറിയുന്നില്ല, ക്ഷമിക്കണം. ഒന്ന് ക്ഷമയുടെ വഴിയിലേക്ക് പോകാൻ ഇടയായി. ഹൃദയത്തിൽ ചിലത് നിശ്ചയിച്ചാൽ മറ്റുള്ളവർ നമ്മളോട് എന്തെല്ലാം പറഞ്ഞാലും നമ്മൾക്ക് ക്ഷമിക്കാൻ കഴിയും. അരുതാത്തതൊന്നും ഞാൻ പറയില്ല, ഭക്ഷിക്കില്ല, പ്രവർത്തിക്കില്ല, ചെയ്യില്ല, ഒരു തീരുമാനമെടുക്കാമോ? അങ്ങനെ കർത്താവിൻ്റെ കൂടെ പോകാമോ? അന്യനെ വേദനിപ്പിച്ചതൊന്നും എനിക്ക് വേണ്ട, അന്യനെ പ്രയാസപ്പെടുത്തുന്ന ഒന്നും എനിക്ക് വേണ്ട, ദൈവപ്രസാദമുള്ളത് മാത്രം എനിക്ക് മതി എന്നൊന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയെന്നേ. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നേ. നമ്മുടെ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടുന്നേ.
നമ്മുടെ പ്രവർത്തന മേഖലകൾ അനുഗ്രഹിക്കപ്പെടുന്നേ. ഇവിടെയാ ദൈവം നമ്മളെ കാണുന്നത്. ബാക്കിയുള്ളവരെല്ലാം അതനുസരിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം അനുസരിക്കാമോ? അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള ദൈവമാണ്. ആ യേശു കർത്താവാണ് നമ്മുടെ അകത്ത് വസിക്കുന്നത്. യേശു എൻ്റെ അകത്ത് വസിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം ദാനിയേലിനും കൂട്ടുകാർക്കും അനുഭവപ്പെടാൻ ഇടയായെങ്കിൽ, നമ്മുടെ അകത്ത് കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യം അനുഭവപ്പെടാൻ ഇടയായെങ്കിൽ, നമ്മൾ വിശ്വസ്തനായി അവൻ്റെ കൂടെ ജീവിക്കാൻ ഇടവരും. നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, നല്ല ദൈവമേ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിലുള്ള തീരുമാനവും ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ആ ദൗത്യവും മാറ്റമില്ലാതെ കടന്നു പോകത്തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. ഈ വചന സന്ദേശം കേൾക്കുന്ന ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടിയാണ് ഈ മെസ്സേജ് പറഞ്ഞത്. എന്നെയാണ് എൻ്റെ കർത്താവ് തൊടുന്നത്, എന്നെയാണ് വിടുവിക്കുന്നത്. എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എന്നിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അവന്റെ മഹത്വം എന്നിൽ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.